ഹലോ എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് ലേണർ. ഈ വീഡിയോയിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എക്സാമിന് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എക്സാമിന് ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്തിട്ടുള്ള പ്രോബ്ലംസാണ് നോക്കുന്നത്. ഈ പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ കയ്യിലൊരു പേപ്പർ പെൻ ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരുന്ന് ഒന്ന് ചെയ്ത് നോക്ക്. ഞാൻ നിങ്ങൾക്ക് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് തരാം. ഞാൻ ചെയ്തേക്കുന്നത് കൃത്യമായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം. അപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് ഇപ്പം അത് ചെയ്ത് നോക്കണം. കേട്ട് നോക്കി കണ്ട് നോക്കി പോകാൻ പറ്റില്ല, അത് ചെയ്ത് നോക്കുക. ഒരു പെൻ എടുക്കുക, പേപ്പർ എടുക്കുക, കുറച്ച് പെട്ടെന്ന് ഇത് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് മാർച്ച് 2024 2 മാർക്സിന് ചോദിച്ച ചോദ്യമാണ്. കൺവേർട്ട് ഡെസിമൽ 80 ടു ബൈനറി നമ്പർ. നമ്മൾക്ക് ഡെസിമൽ 80നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറി എന്ന് പറഞ്ഞാൽ ഓർക്കുക, എങ്ങനെയായിരിക്കും വരാമെന്നറിയാമോ? 0 1 ഇങ്ങനെയാണ് ബൈനറി ഡിജിറ്റ്സ്. ഇതാണ് 0 1 0 1, ഇതാണ് ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് മാറ്റണം. അപ്പം അതിനായിട്ട് നമുക്ക് ഈ കൺവേർട്ട് ഡെസിമൽ 80 എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എഴുതുക? 80 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ 80 എന്ന് എഴുതുക. ഡെസിമലിൻ്റെ ബേസ് എത്രയാണ്? 10 അല്ലേ? അപ്പം അത് ബ്രാക്കറ്റിൻ്റെ പുറത്ത് എഴുതണം. മനസ്സിലായോ? ഇനി ഇത് ബൈനറിയിലേക്ക് ആക്കണം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ബൈനറിയിലേക്ക് ആക്കാം നമുക്ക്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 80 എന്ന് ബ്രാക്കറ്റിൽ എഴുതി, ബ്രാക്കറ്റിൻ്റെ പുറത്ത് 10 എന്ന് നമ്മൾ എഴുതി. 10 ഡെസിമൽ എന്നുള്ളതിൻ്റെ ബേസ് ആണ് കേട്ടോ, അത് എഴുതി. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ 80നെ 2 വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രോബ്ലം ചെയ്തു പോകണം. അതായത് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് 80 എന്ന് ആദ്യം നമ്മളെടുത്ത് എഴുതി, 80നെ 2 വെച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ആദ്യം തന്നെ 80 എന്ന് എഴുതി. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യട്ടോ. ഇത് ഭയങ്കര ടഫാണ്, എനിക്കിത് പറ്റണില്ല തന്നെ ചെയ്യുന്നതാണെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ 80 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14 കിട്ടും. അപ്പോൾ താഴെ 14 എഴുതി. 14 എഴുതിയിട്ട് സൈഡിൽ 0 എന്ന് എഴുതാം. അതിൻ്റെ താഴെ പിന്നെയും 2 കൊണ്ട് 14 ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് 20 എന്ന് താഴെ എഴുതണം. സൈഡിൽ 0 എന്ന് എഴുതാം. പിന്നെ അടുത്ത 2 എഴുതാം. 2ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്യുമ്പോഴാണ് 20 കിട്ടുക? 10. അത് എഴുതാം. പിന്നെ അടുത്ത 2 എന്ന് എഴുതി സൈഡിൽ. അതിൻ്റെ താഴെ 5 എന്ന് എഴുതി. കാരണം 2 5 ആണല്ലോ 10. അപ്പോഴും സൈഡിൽ 0 എന്ന് എഴുതാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ എത്തിയെന്ന് വിചാരിക്കാം. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്യുമ്പോഴാണ് 5 കിട്ടുക? എത്ര ഇൻറ്റു ചെയ്താലും 5 അല്ല കിട്ടുക. 2ൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യുമ്പോൾ 5ന് താഴെയുള്ള 4 കിട്ടും. പക്ഷേ 5 എത്തിയിട്ടില്ല. നമ്മുടെ തൊട്ട് മുകളിൽ കിടക്കുന്ന നമ്പർ 5 ആണ്. അങ്ങനെയുള്ള കേസിൽ സൈഡിൽ നമ്മൾ 1 എന്ന് എഴുതണം. അതുകൊണ്ടാണ് 2ൻ്റെ നേരെയുള്ള സ്ഥലത്ത് 1 എന്ന് എഴുതിയേക്കണേ. കണ്ടോ? ഇനി അതിൻ്റെ താഴെ നോക്കിയേ. പിന്നെ നമ്മൾ സൈഡിൽ 2 എന്ന് എഴുതി. 2നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 2 കിട്ടുക. അപ്പോൾ സൈഡിൽ അഗെയിൻ അവിടെ വേറെ റിമൈൻഡർ, വേറെ വാല്യൂ ഒന്നും കൂടുതൽ നിൽക്കുന്നൊന്നും ഇല്ല. അതുകൊണ്ട് സൈഡിൽ 0 എന്ന് ഇട്ടു. അതിൻ്റെ താഴെ പിന്നെയും 2 എന്ന് എഴുതി. താഴെ 0 എന്ന് വരുന്നത് വരെ ഇങ്ങനെ ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായോ? താഴെ 0 എന്ന് വന്നു കഴിഞ്ഞാൽ താഴെ 0ൻ്റെ നേരെയുള്ള സ്ഥലത്ത് 1 എന്ന് നമുക്ക് എഴുതാം. ഇത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്പേഴ്സ് നമുക്ക് കിട്ടിയാണ് 1ഉം 0ഉം 1ഉം 0 ഒക്കെയാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴെ നിന്ന് മുകളിലേക്ക് ഈ ഒരു ഓർഡറിൽ എഴുതണം. ആദ്യം എത്രയാണ്? 1. അത് ആദ്യം എഴുതാം. കണ്ടോ? ഏറ്റവും താഴെ കിടക്കണതെന്ന് മുകളിലേക്ക്. ഏറ്റവും താഴെ കിടക്കണത് ഏതാ? 1. അത് ആദ്യം എഴുതി. പിന്നെ കിടക്കണത് ഏതാ? 0. അത് രണ്ടാമത് എഴുതി. പിന്നത്തെ 1. പിന്നെ 0 0 0 0. ഇത് ബൈനറിയിലേക്ക് ആക്കാനല്ലേ ചോദ്യം വന്നേക്കണേ. അപ്പോൾ ഇതെല്ലാം എടുത്ത് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് പുറത്തൊരു 2 എഴുതണം. അതാണ് ഇവിടെ എഴുതിയേക്കണേ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. എക്സാമിന് ചോദിച്ചതാണ് 2023. കൺവേർട്ട് ദ ഡെസിമൽ നമ്പർ 79 ഇൻടു ദി അതർ 3 നമ്പർ സിസ്റ്റംസ്. ഈ ഡെസിമൽ നമ്പർ 79 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 79 ഓഫ് ഡെസിമലിൻ്റെ വാല്യൂ എത്രയാണ്? 10. അതൊക്കെ. വേറെ അതർ 3 നമ്പർ സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക്
ബൈനറി ഉണ്ട്, ഡെസിമൽ ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട് നമ്പർ സിസ്റ്റംസിൽ. ഓൾറെഡി ഇവിടെ ഡെസിമലിലാണ് തന്നേക്കണത്. ഇനി ബാക്കി അതർ 3യിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. അതർ 3യിൽ കിടക്കുന്നത് ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ. ഇത് 3ആണ് അതർ 3യിൽ തന്നെ. ഈ 3ലേക്ക് നമ്മൾ മാറ്റി എഴുതണം. ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ ഞാനിവിടെ 80നെ 2 കൊണ്ട് ചെയ്തില്ലേ, അതേപോലെ ഈ 79നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ പിന്നെന്താ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇവിടെ 79നെ ഞാൻ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ 79 എഴുതി. എന്നിട്ട് ഇത് ഇങ്ങനെ നിങ്ങൾക്ക്, ഞാൻ ആദ്യത്തേൽ പറഞ്ഞില്ല, ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് 1 സെക്കൻഡ്, ഇതിൽ ഇവിടെ 79ൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുമ്പോൾ 79 ഇങ്ങനെ വന്നിട്ട് 2. ഇത് ചെയ്യാൻ അറിയില്ലേ? ഇത് നോക്കിയേ, 2ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്യുമ്പോഴാണ് 79 കിട്ടാന്ന്. അതായത് അത് നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം. 2ൻ്റെ കൂടെ 7 കിട്ടാനായിട്ട് എത്ര ഇൻറ്റു വേണ്ടേ? 2 ഇൻറ്റു 2 ചെയ്താൽ 4 അല്ലേ? അപ്പോൾ 4, പിന്നെ 2 ഇൻറ്റു എത്ര ചെയ്താലാണ് 8. 2 ഇൻറ്റു 4 ചെയ്താൽ 8 കിട്ടും. 2 ഇൻറ്റു 3 ചെയ്താൽ 6 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? 7ൻ്റെ അടുത്ത് നിൽക്കണത് ഏതാണ്? 2ൻ്റെ കൂടെ ചെയ്യുമ്പോൾ 7ൻ്റെ തൊട്ട് താഴേക്ക് എടുക്കുന്നത്. ഇപ്പോൾ 2 ഇൻറ്റു 4 ആണെങ്കിൽ 8 കിട്ടുക, അത് 7 കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾക്ക് ചെയ്യുമ്പോൾ ശരിയാവില്ല. അപ്പം നമുക്ക് ഈ 7ൻ്റെ തൊട്ട് 2ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താലും 7 കിട്ടില്ല. അപ്പോൾ 7ൻ്റെ തൊട്ട് താഴെയുള്ളത് അങ്ങനെയാട്ടോ. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ 2 ഇൻറ്റു എത്രയാ 3 ചെയ്യുമ്പോൾ 6 കിട്ടില്ലേ? അപ്പോൾ ആ 3 ആദ്യം എഴുതാം. പിന്നെ 6 കിട്ടുന്നു, 6 ഉണ്ട്. പിന്നെ 7 ആവാനായിട്ട് 1 പിന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ 1 ഈ 9ൻ്റെ മുമ്പിൽ കൊടുക്കണം. ഇനി 19 കിട്ടോ? ഇല്ല. 2 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 18 കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 9 എടുത്ത് എഴുതി 18 കിട്ടുള്ളൂ. അപ്പോൾ 19 നമുക്ക് ഇവിടെ കിട്ടണം എന്നാണ് ഇവിടെ എഴുതിയേക്കണേ. മുകളിലല്ലേ നമ്മൾ 19 എന്നാണ് എഴുതിയേക്കണേ. പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 9 ചെയ്താൽ 18 ഉള്ളൂ. 19 ആവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 1 ഉണ്ടല്ലോ, ആ 1നെ നമുക്ക് സൈഡിലിടണം. പിന്നെ നമ്മൾ ഇതുപോലെ ചെയ്യാം. 2 ഇൻറ്റു എത്ര ചെയ്യുമ്പോഴും 3 കിട്ടുക? 2 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 2 കിട്ടും അല്ലേ? ഒരു സെക്കൻഡ്, ഞാനത് ഒരു സെക്കൻഡ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഇങ്ങനെയായിരുന്നു. ഓക്കെ, നോക്കിയേ, 2 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ ബാക്കിയുടെ 3 കിടക്കണേ. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 1 ഉണ്ട്, അത് ഈ സൈഡിൽ പിന്നെ ഇടണം. 9ൻ്റെ മുമ്പിലിടാം. അത് കഴിഞ്ഞിട്ട് 2 ഇൻറ്റു എത്ര ചെയ്താലും 19 കിട്ടാം. 2 ഇൻറ്റു 9 ചെയ്താൽ 18 കിട്ടും. സൈഡിൽ 19ൻ്റെ മുകളിൽ വന്നില്ലേ ഒരു 9, മുകളിൽ 19 കിടക്കണേ. അപ്പോൾ പക്ഷേ ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ 9 ചെയ്താൽ 18 കിട്ടുള്ളൂ. ബാക്കി 1 ഉണ്ട്, സൈഡിൽ പിന്നെ എഴുതി. പിന്നെ ഇങ്ങനെ വന്നു 2 എഴുതി. 2ൻ്റെ കൂടെ 9 ചെയ്യുമ്പോൾ 18 കിട്ടും. പിന്നെ 1 വന്നു, 19 മുകളിൽ കിടക്കണേ. 2 എഴുതി. എത്ര ചെയ്താലും 9ൻ്റെ അടുത്തുള്ള ഇട്ടാ 4 ചെയ്ത് 8 കിട്ടും. അപ്പോൾ ഇവിടെ 1 പിന്നെ എഴുതി. പിന്നെ 2ൻ്റെ കൂടെ എത്ര ചെയ്താലും 4 ഇട്ടാൽ 2. അപ്പോൾ ഇവിടെ 1 വരുന്നില്ലല്ലോ, 0. പിന്നെ അഗെയിൻ 2, 1 താഴെ 1, 2 ഇൻറ്റു 1 2. പിന്നെ ഇവിടെ സൈഡിലപ്പോൾ പിന്നെ വരുന്നത് 1 ഇവിടെ താഴെ വന്നുകൊണ്ട് സൈഡിൽ 0. പിന്നെ 2 എഴുതി. 2ൻ്റെ കൂടെ താഴെ 0 എന്ന് വരും, സൈഡിൽ 0. ഇവിടെ താഴെ 0 വന്നുകൊണ്ട് സൈഡിൽ 1 വരും. അങ്ങനെ താഴെ 0 വരുന്ന വരെ ചെയ്യണം. എൻ്റെ മുകളിലേക്ക് നമ്മൾ പോകണം. അതായത് മുകളിലേക്ക് ഉണ്ടോ, ഇതിലേക്ക് മുകളിലേക്കാണ് എഴുതിയേക്കണത്. എടുത്ത് ആദ്യം 1 0 0 1 1 1 1 എൻ്റെ ഹോൾ 2 ബൈനറിയിലേക്ക് ആക്കിയതുകൊണ്ടാണ് 2 എന്ന് വന്നത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പറഞ്ഞത് ഒക്ടലിലേക്ക് ആക്കി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
സോ ഇനി നമ്മൾ ഒക്ടൽ വെച്ച് ചെയ്യണം. അപ്പോൾ 79നെ 8 വെച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ 79 എഴുതി 8 വെച്ച് ചെയ്യുമ്പോൾ സൈഡിൽ 8 എഴുതാം. നോക്കിയേ, എന്നിട്ട് 8 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 72 കിട്ടും. 72 കിട്ടുക. അപ്പോൾ നമ്മുടെ മൈൻഡിൽ 72 കിട്ടിയെന്നുള്ളത് വേണം. 72ന് 79ലേക്ക് ആവാനായിട്ട് എത്ര ബാലൻസ് ഉണ്ട്? 7 ബാലൻസ് ഉണ്ട്. അതാണ് ആ സൈഡിൽ കണ്ട എഴുതിയേക്കണത്. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. അതാണ് ഈ സൈഡിൽ എഴുതിയേക്കണ 7. പിന്നെ നമ്മൾ എഗെയിൻ 8 വെച്ച് ചെയ്യണം. അപ്പം നമുക്ക് 9 മുകളിൽ അല്ലേ? 8 ഇൻറ്റു 1 8. അപ്പോൾ 9 ഇവിടെ പക്ഷേ മുകളിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 സൈഡിൽ എഴുതണം. പിന്നെ 8 വെച്ച് ചെയ്യണം. അപ്പോൾ എന്താ 0യും 1ഉം 0 എന്ന് എഴുതി. അപ്പം നമ്മളെന്താ സൈഡിൽ 1 എഴുതി. നമുക്ക് 0 വരെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. 0 താഴത്ത് വരുമ്പോൾ സൈഡിൽ 1 എന്നാണ് എഴുതേണ്ടത്. ഇനി നമുക്കിത് മുകളിലേക്ക് പഴയ പോലെ തന്നെ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ 117 ഹോൾ എന്താ പറയുക 8. സോ ഇതാണ് ഒക്ടൽ ചെയ്യാനുള്ളത്. സെയിം മെത്തേഡ് തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി, കണക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ. നെക്സ്റ്റ് വൺ ഹെക്സാഡെസിമൽ ആണെങ്കിൽ 79ന് 16 വെച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ 3 നമ്പർ സിസ്റ്റംസ് വേറെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 നമ്പർ സിസ്റ്റംസിൽ വരുന്നത് ഏതൊക്കെയാണ്? നമ്മൾ ബൈനറി എന്ന് പറയുമ്പോൾ 2, ഒക്ടൽ എന്ന് പറയുമ്പോൾ 8, ഹെക്സാഡെസിമൽ 16. ഡെസിമലിലാണ് ഇവിടെ തന്നേക്കണേ. അതുകൊണ്ടാണ് ഈ മറ്റ് അതർ 3 എന്ന് പറയുമ്പോൾ 2, 8, 16 കൊടുത്തത്. ഇനി നോക്കാം. 16ൻ്റെ എടുക്കുമ്പോൾ ഇതേ 79നെ 16 വെച്ച് ചെയ്തോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ 16 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 64 കിട്ടും. അപ്പോൾ 79ലേക്ക് ആവാനായിട്ട് 15 ബാക്കിയുണ്ട്. അതാണ് ഈ സൈഡിൽ 15 എഴുതിയേക്കണത്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. അത് ഓക്കെ 15 എഴുതിയേക്കണേ. എന്നിട്ട് പിന്നെ 16 വെച്ച് ചെയ്യുന്നു. അപ്പോൾ 4 എന്ന് പറയുന്നത് 16നേക്കാൾ ചെറിയ നമ്പറാണ്. അതുകൊണ്ടാണ് നമ്മൾ താഴെ 0 എന്ന് കൊടുത്തേക്കണേ. കാരണം ഒരു തവണ പോലും പോയില്ല. 16 ഇൻറ്റു 1 ചെയ്താൽ 16 ആണ് കേട്ടോ. പക്ഷെ മുകളിൽ കിടക്കുന്നത് 4 എന്ന് പറയുന്ന 16നേക്കാൾ ചെറിയ നമ്പറാണ്. അതുകൊണ്ട് താഴെ നമ്മൾ 0 എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് സൈഡിലെടുത്ത് എഴുതേണ്ടത് എന്താണെന്നറിയാമോ? ആ മുകളിൽ കിടക്കുന്ന 4 എടുത്ത് സൈഡിൽ എഴുതണം. കണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം 16ന് ഒരു തവണ പോലും പോവില്ല അതിൽ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കണം കേട്ടോ. അപ്പോൾ 4 സൈഡിലെടുത്ത് എഴുതി. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് തന്നെയാണ്. പക്ഷേ ആദ്യം 4 എടുത്ത് എഴുതി. പിന്നെ നമ്മൾ 15 എന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഹെക്സാഡെസിമലിൽ 15ൻ്റെ വാല്യൂ എത്രയാണെന്ന് എടുക്കുക. അതാണ് ഇവിടെ എഴുതേണ്ടത്. എഫ് ആണ്. നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലേ? അതായത് 9 വരെ നോർമലി അതിൻ്റെ 10ന് പകരം ഏതാണ്? എ, 11ന് പകരം ബി, 12ന് പകരം സി, 13ന് പകരം ഡി, 14ന് പകരം ഇ, 15ന് പകരം എഫ്. കണ്ടോ? അതുകൊണ്ട് ആ 15ന് പകരമുള്ള എഫ് ആണ് ഈ പറഞ്ഞേക്കണേ എഫ് നമ്മളിവിടെ എഴുതേണ്ടത്. 15 ആയിരിക്കും ഇവിടെ കിടക്കുക. പക്ഷെ നമ്മൾ ഹെക്സാഡെസിമലിൽ 15 എന്നുള്ള വാല്യൂ ഇല്ല. പകരം എത്രയാണ്? ബാക്കി നിങ്ങൾ ABCD കൂട്ടണം. 10ാമത്തെ തുടങ്ങി ABCDയുടെ ഒരു ഏതാണെന്ന് വെച്ചാൽ കൂട്ടാം. സോ അങ്ങനെയാണ് ഇവിടെ 15ാമത്തെ വന്നപ്പോൾ എഫ് ആയത്. എന്നിട്ട് ആ എഫിൻ്റെ വാല്യൂ അതായത് 4 ആദ്യം താഴത്തെ നമ്പർ എടുത്ത് ആദ്യം എഴുതി. പിന്നെ ഉള്ളത് 15 എന്നുള്ളതിൻ്റെ വാല്യൂ എഫ് എന്നെടുത്ത് എഴുതണം കേട്ടോ. അല്ലാണ്ട് 4 15 എഴുതരുത്, തെറ്റും. 4 അതിൻ്റെ 15ൻ്റെ വാല്യൂ എഫ് ആയിട്ടുള്ള എഫ് എന്നുള്ളത് എഴുതി. നെക്സ്റ്റ് വൺ, ഇത് നോക്കിയൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റെപ്രസെൻറ്റ് -35 -35 ഇൻ 2's കോംപ്ലിമെൻറ്റ് ഫോം. 2's കോംപ്ലിമെൻറ്റ് ഫോമിലേക്ക് എഴുതുന്നത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ സംഭവം ഒന്നുമില്ല, പക്ഷേ ഭയങ്കര എളുപ്പം ഇത്. ഓക്കെ, ഇതിന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നിങ്ങളിതിനെ 35നെ ബൈനറിയിലേക്ക് മാറ്റണം. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. 35 എന്നുള്ള നമ്പറിനെ ബൈനറി, നമ്മൾ ആദ്യം ചെയ്ത ബൈനറി ആ ഒരു ഡിവിഷനില്ലേ, ബൈനറിയിലേക്ക് മാറ്റണം. ആദ്യം നമുക്ക് അത് ചെയ്യാം. ഇതേ കണ്ടോ, ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, നമ്മൾ 35നെ 2 വെച്ച് ചെയ്തുകൊണ്ട് ഡിവിഷൻ ചെയ്തു വന്നു. 35നെ ആദ്യത്തെ 2 വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3 അല്ലേ? അതായത് 2 1s ആണ് 2 വന്നത്. അപ്പോൾ മുകളിലത്തെ 3 ആണ് കിടക്കണേ. അപ്പോൾ 1 ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 15 എന്നാക്കി കൊടുക്കുക. രണ്ടാമത്തെ നമ്പറിൻ്റെ കൂടെ ഫ്രണ്ടിലൊരു 1 ഇട്ട് 15 എന്നാക്കുക. പക്ഷേ 2ൻ്റെ കൂടെ 7 ചെയ്താൽ ഇൻറ്റു ചെയ്താലും 14 വരുള്ളൂ. 15 മുകളിൽ കിടക്കണേ.
കാരണം ഓൾറെഡി ഉണ്ടായ 5 നമ്മൾ ഇപ്പുറത്തുനിന്ന് ഇട്ട് കൊടുത്ത ഒരു 1. അപ്പോൾ എന്ത് ചെയ്യണം, സൈഡിൽ നമ്മൾ 1 എഴുതണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും 2 കൊണ്ട് ചെയ്യുമ്പോൾ 17 വരുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് 2 8s are 16 കിട്ടുള്ളൂ. 17 മുകളിൽ കിടക്കണേ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു 1 വരും, അത് സൈഡിൽ എഴുതണം. അങ്ങനെ നമ്മൾ ചെയ്യാണ്. പിന്നെ അഗെയിൻ 2 4s ആണ് 8, സൈഡിൽ 0. 2 2s are 4, സൈഡിൽ 0. 2 1s are 2, സൈഡിൽ 0. കാരണം ഇവിടെ ഒന്നും റിമൈനിങ് വാല്യൂസ് ഒന്നും വന്നില്ല, അതുകൊണ്ടാണ് സൈഡിൽ 0 ഇട്ടത്. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യണം, 2ൻ്റെ താഴെ 0 ആണ്. കാരണം 1 വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സൈഡിൽ താഴെ 0യും സൈഡിൽ ആ 0ൻ്റെ നേരെയുള്ള സൈഡിൽ 1ഉം വന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു പോകണേ. അതിൻ്റെ താഴെ നിന്ന് മുകളിലേക്കുള്ള വാല്യൂ പിന്നെയും നമ്മൾ എടുത്തെഴുതാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, അപ്പോൾ സ്റ്റെപ്പ് 1 പറഞ്ഞത് ബൈനറി കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനറി കണ്ടുപിടിച്ചത് താഴെ നിന്ന് മുകളിലേക്കുള്ള നമ്പറുകൾ ആ ഒരു 0യും 1 0യും 1 ഒക്കെ എടുത്തെഴുതി. നമ്മൾ മറ്റേത് ഇതുപോലെ തന്നെയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എണ്ണി നോക്കണം. നമ്മളിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 അല്ലേ? 0 1 0 1 എന്നുള്ളത് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? ഒന്ന് എണ്ണി നോക്കിയേ, എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 6 എണ്ണമാണ് കിട്ടിയേക്കണേ. നിങ്ങളത് എണ്ണി നോക്കിയാൽ മനസ്സിലാവും. 0 1 0 1 എന്നുള്ളത് കിട്ടിയാണത് വെറും 6 ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിനെ കണ്ടോ എണ്ണി വയ്ക്കുമ്പോൾ 1 2 2 3 4 5 6 നിങ്ങൾ എണ്ണി വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ 6 ഉള്ളതിനെ 8 ആക്കണം. 8 ആക്കാനായിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ഇതാണ്, അവിടെ 0 ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളതിനെ 8 നമ്പറുകളാക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ഓക്കെ, സോ ഇവിടെ 8 നമ്പേഴ്സ് ആക്കാനായിട്ട് നമ്മൾ 2 0 ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ പിന്നെ ചെയ്തേക്കുന്നത്. കണ്ടോ, മുകളിൽ നിന്ന് ആ നമ്പേഴ്സ് എല്ലാം, ഈ മുകളിൽ ഈ നമ്പേഴ്സ് എല്ലാം താഴേക്കെടുത്ത് എഴുതി. അതിൻ്റെ സൈഡിൽ ഇത് ആകെ കാരണം നോക്കിയപ്പോൾ 6 എണ്ണം ഉള്ളൂ. ഇനി എനിക്കിത് 8 എണ്ണം ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഈ 1 ഈ അറ്റത്തുള്ള 1, ഈ അറ്റത്ത് ഇറക്കണ 1, അതിൻ്റെ ഇപ്പുറത്ത് 2 0 ഇട്ട് കൊടുത്തു. എന്നിട്ട് എണ്ണി നോക്കി, അപ്പോൾ 8 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ 6 എണ്ണം ഉള്ളെങ്കിൽ 8 എണ്ണം ആക്കണം. അതിന് ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഈ തുടങ്ങുന്ന നമ്പർ ഇത് തുടങ്ങുന്ന ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 2 0, എത്ര 0 വേണം അതിട്ട് കൊടുത്തിട്ട് 8 ഡിജിറ്റ്സ് ആക്കണം. അങ്ങനെ 8 എണ്ണാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് 0 0 1 0 0 0 1 1. എന്നിട്ട് ചെയ്യേണ്ട കാര്യം ഈസി കാര്യമാണ്. എന്താണെന്നറിയാമോ, ഈ 1 കിടക്കണതെല്ലാം 0 ആക്കണം, 0 കൊടുക്കണതെല്ലാം 1 ആക്കണം. സിമ്പിൾ. മുകളിൽ കിടക്കണ 1ൻ്റെ താഴെ ഞാൻ 0 ആക്കി എഴുതി. പിന്നെയും 1 കിടക്കുന്നുണ്ട്, അവിടെയും 0 എഴുതി. പിന്നെയും 0 എടുക്കണേ, അതിൻ്റെ താഴെ 1 എഴുതി. പിന്നെ 0ൻ്റെ താഴെ 1 എഴുതി, 0ൻ്റെ താഴെ 1 എഴുതി, 1ൻ്റെ താഴെ 0 എഴുതി, 0ൻ്റെ താഴെ 1 എഴുതി, പിന്നെ 0ൻ്റെ താഴെ 1 എഴുതി. ഇനി ചെയ്യേണ്ട, അപ്പോൾ എന്തായി, നമുക്ക് 1's കോംപ്ലിമെൻറ്റ് കിട്ടി. ഇനി ചെയ്യാൻ പോകുമ്പോൾ, ഇനി നമ്മൾ 2's കോംപ്ലിമെൻറ്റ് ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ 2's കോംപ്ലിമെൻറ്റ് ആക്കാനായിട്ട് 1's കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ എന്താ പറയുക, ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ പറയുന്ന, ഞാൻ ഈ ഓപ്പോസിറ്റ് എടുത്ത് എഴുതിയില്ലേ, ഓപ്പോസിറ്റ് എടുത്ത് എഴുതിയതാട്ടോ. മൈനസ് ആയതുകൊണ്ടാണ് ഞാൻ ഓപ്പോസിറ്റ് എടുത്ത് എഴുതിയത്. ആ ഒരു കാര്യം ഓർക്കുക. ഓക്കെ, മൈനസ് ആയതുകൊണ്ടാണ് ഞാൻ ഓപ്പോസിറ്റ് എടുത്ത് എഴുതിയത്. ഇനി നമുക്കിതിനെ എന്താണ് 2's കോംപ്ലിമെൻറ്റിലേക്ക് ആക്കണം. 2's കോംപ്ലിമെൻറ്റിലേക്ക് ആക്കാനായിട്ട് താഴെ 1, അതായത് ഈ 0ൻ്റെ നേരെ താഴെ ഒരു 1 ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൂട്ടി എഴുതണം. 0 + 1 1, 0ൻ്റെ നേരെ 0, 1 നേരെ 1, അതങ്ങനെ തന്നെ നേരെ താഴേക്ക് എടുത്ത് എഴുതിയാൽ മതി. ആദ്യത്തെ ഈ അറ്റത്ത് മാത്രം, ഈ റൈറ്റ് സൈഡിലെ അറ്റത്ത് മാത്രമാണ് നമ്മൾ നേരെ താഴെ 1 എന്ന് എഴുതിട്ട് അത് കൂട്ടി എഴുതേണ്ടിയുള്ളൂ. സോ ഇതാണ്, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് 2's കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ആൻസർ കിട്ടിയത്. ഓക്കെ, എന്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. ആദ്യം തന്നെ ബൈനറി കണ്ടുപിടിക്കുക, എന്നിട്ട് ലീസ്റ്റ്, അതായത് താഴത്തെ നിന്ന് മുകളിലേക്ക് നമ്മൾ എഴുതണം. അതിന് യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യം തന്നെ ബൈനറി കണ്ടുപിടിക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്തായിരുന്നു, താഴെ നിന്നുള്ള നമ്പേഴ്സ് മുകളിലേക്ക് എഴുതുക. 1 ആണ് ഏറ്റവും താഴെ കിടക്കണേ, അത് ആദ്യം എഴുതുക. പിന്നെ 0 0 0 1 1 എന്നെഴുതി.
ഇനി ചെയ്യേണ്ട കാര്യം ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാം. അപ്പോൾ 6 എണ്ണമാണ് ഇതിലുള്ളത്. ഇനി എന്ത് ചെയ്യണം, 8 എണ്ണത്തിലേക്ക് നിങ്ങൾ മാറ്റണം. 8 എണ്ണത്തിലേക്ക് മാറ്റാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ 2 0 ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നിങ്ങൾ 6 എണ്ണം ഉള്ള 5 എണ്ണം ഉള്ളതെന്നൊക്കെ ആണ് എങ്കിൽ അത് നമ്പർ കൂട്ടാൻ വേണ്ടി നിങ്ങൾ 0 ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എത്ര എണ്ണമാണ് നിങ്ങൾക്ക് പെയിൻറ്റിങ് ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് 8 എണ്ണമായിട്ട് മാറുമ്പോൾ എന്നിട്ട് ചെയ്യേണ്ട കാര്യം, നമുക്കിവിടെ -35 എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, നമുക്ക് ഈ പറയുന്ന നമുക്ക് കിട്ടിയേക്കണ ഈ 8 ബിറ്റ്സ് ആക്കിയേക്കണ ഈ 0 1 ഇല്ലേ, അതിനെ നമ്മൾ മാറ്റി എഴുതണം. മൈനസ് ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇതിൽ മാറ്റണം, ആ നമ്പറുകൾ മാറ്റണം. അത് ഇത്രയേ ഉള്ളൂ. 1 കിടക്കുന്നതിന് 0 ആക്കുക, 0 കിടക്കുന്നതിന് 1 ആക്കുക, അത്രയും ചെയ്താൽ മതി. മനസ്സിലായി? നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മൊത്തം നമ്പറുകൾ എന്താ ഒന്ന് ഓപ്പോസിറ്റാക്കി മാറ്റി എഴുതുക. 1 0 ആക്കി 0 1 ആക്കി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 2's കോംപ്ലിമെൻ്റ് ആക്കാൻ എന്ത് ചെയ്യണം, ആ മാറ്റി എഴുതിയേക്കുന്ന ഓപ്പോസിറ്റ് ചെയ്തേക്കുന്ന നമ്പേഴ്സിൻ്റെ കൂടെ ഏറ്റവും ലാസ്റ്റ് റൈറ്റ് സൈഡിൽ എന്താണ് ഒരു 1 അങ്ങോട്ട് എഴുതണം. പിന്നെ ആ ലാസ്റ്റ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ, മുകളിൽ കിടക്കുന്ന തൊട്ട് മുകളിൽ കിടക്കുന്ന ഞാനിപ്പോൾ പറയാം, അത് ഞാൻ എടുത്തുതരാം. ഒരു മിനിറ്റ് കേട്ടോ. യെസ്, ഇവിടെ നമുക്ക് കിടക്കുന്ന ഈ പറയുന്ന 0 ഇല്ലേ, ഇതിൻ്റെ തൊട്ട് താഴെ 1 എഴുതി. ഇനി എന്നിട്ട് അത് കൂട്ടി എഴുതാം. ഈ 0 + 1 എത്രയാണ് 1. പിന്നെ മുകളിൽ ഇതൊക്കെ ഇവിടെ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് 0 ആണ്. ഈ മുകളിലത്തെ ഈ നമ്പേഴ്സ് എല്ലാം എടുത്ത് താഴേക്ക് എഴുതണം. 0 1 1 1 0 1 1. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 2's കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒന്നുകൂടെ നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ മോഡലിന് 2025 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് 2's കോംപ്ലിമെൻറ്റ് ഫോം ഓഫ് ദ ഡെസിമൽ നമ്പർ -117. ഇവിടെ നോക്കാം, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. കണ്ടോ, ഇത് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 117 എന്ന് പറയുമ്പോൾ 2ൽ 5 ആണ്, 11 എന്ന് പറഞ്ഞാൽ 2ൽ 2 × 5 10 കിട്ടും. അപ്പോൾ ഇവിടെ 11 ആണുള്ളത്. സോ നമ്മൾ 10 എന്നുള്ളത് എടുത്തു, എന്നിട്ട് 17ൽ അതായത് അടുത്തുള്ള 7ൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 17 ആയി. അപ്പോൾ എങ്ങനെയാണ്, 2 × 8 ആണ് 16. പിന്നെ ഒരു 1 വരും 17 എന്ന് പറയുമ്പോൾ, അപ്പോൾ സൈഡിൽ 1 എഴുതി. പിന്നെ എത്രയാണ്, 2 × 1 ആണ് 2, മുകളിൽ 2 × 2 ആണ് 5 അല്ല 4. സോ മൈനസ് ഒരു 1 വരും, അപ്പോൾ 1 8ൻ്റെ ഇപ്പുറത്തേക്ക് ഇടുന്നു. അങ്ങനെ വരുമ്പോൾ എത്രയാണ്, 2 × 9 ആണ് 18. അപ്പോൾ ഇവിടെ സൈഡിൽ 0 വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 × 1 മുകളിൽ 2 എഴുതി. പിന്നെ 2 × 4 8 ആണ് വരിക. അപ്പോൾ സൈഡിൽ 14 എഴുതിയേക്കുന്നതിൻ്റെ സൈഡിൽ 4 എഴുതി. പക്ഷേ 8 അല്ല മുകളിൽ 9 ആയതുകൊണ്ട് ബാലൻസ് സൈഡിൽ 1 വരും. പിന്നെ 2 7s are 14 നമുക്കറിയാം, ഡയറക്റ്റ് ആണ്. സോ സൈഡിൽ 0. 2 3s are 6 ഉള്ളൂ, പക്ഷേ മുകളിൽ 7 ആയതുകൊണ്ട് നമ്മൾ സൈഡിൽ 1 എഴുതി. പിന്നെ 2 1s are 2 ഉള്ളൂ, പക്ഷേ മുകളിൽ 3 ആയതുകൊണ്ട് നമ്മൾ സൈഡിൽ 1 എഴുതി. പിന്നെ അങ്ങനെ 0 ആവുന്ന വരെ ചെയ്തു വന്നു. ഇനി നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഇതെല്ലാം എടുത്തെഴുതണം. എണ്ണി നോക്കണം, 8 എണ്ണം ഇല്ലെങ്കിൽ 8 എണ്ണം ആക്കണം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കേട്ടോ എഴുതി ചെയ്യേണ്ടത്. 8 എണ്ണം ആക്കണം. ഇവിടെ 7 എണ്ണം ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 0 മാത്രമേ ആഡ് ചെയ്യേണ്ടി വന്നുള്ളൂ. ചില കേസിൽ മുമ്പ് ചെയ്തതിൽ 6 എണ്ണം ഉള്ളായിരുന്നു, നമ്മൾ 2 zeros ആഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാത്തിനെയും മാറ്റണം. എല്ലാത്തിനെയും ഇത് നെഗറ്റീവിൽ കണ്ടുപിടിക്കാനല്ലേ, സോ എല്ലാത്തിനെയും എന്താ ഓപ്പോസിറ്റിലേക്ക് മാറ്റണം. കണ്ടോ, 1 0 ആയി 0 1 ആയി, പിന്നെ 1 0 ആയി 0 1 ആയി, പിന്നെ അങ്ങനെ മാറ്റി. അതിനുശേഷം 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് 1 ആഡ് ചെയ്താൽ മതി. ഏറ്റവും ലാസ്റ്റ് താഴെ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തേക്കുന്ന 1, എന്നിട്ട് 0 + 1 ആണ് 1 താഴെ നേരത്തെ എഴുതി. പിന്നെ ബാക്കി സൈഡിൽ ഒന്നും നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ താഴേക്ക് അങ്ങോട്ടേക്ക് എഴുതിയാൽ മതി, ഇവിടെ ഒന്നും നമ്പർ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ 2's കോംപ്ലിമെൻറ്റ് -2's കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.